ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ UK കൂട്ടുകാരി. ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് വീഡിയോ കാണാം. ഇന്ന് ഹാർലോയിൽ ഒരു ഷോപ്പിംഗ് മാളിലാണ് വന്നിരിക്കുന്നത്. ഞാൻ അസ്തയുടെ ഒരു വീഡിയോ ഇട്ടത് സെയിം ഷോപ്പിംഗ് മാളിൽ തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്, നോവോ ലോഞ്ച്. നോവോ ലോഞ്ച് എന്ന് പറയുന്നത് കഫേ പ്ലസ് ബാറും കൂടെ ചേർന്നിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണേ. നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നൊരു തീമാണ് അവർ അതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു പോണ്ട് ഉണ്ട്. അവിടെ ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതാണ് നോവോ ലോഞ്ച് കഫേ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പോണ്ട്. ഞങ്ങളിവിടെ നിൽക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു കുറേ ഫിഷസ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫുഡൊന്നും കയ്യിൽ നമ്മൾ കരുതിയിട്ടില്ലായിരുന്നു. ഓക്കെ, നമുക്കിനി കഫേയിലേക്ക് പോവാം. കഫേയുടെ അകത്ത് നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ തന്നെ ഒരു QR കോഡുണ്ട്. അത് നമുക്ക് സ്കാൻ ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. വാട്ടർ ഗാർഡൻസിൽ മിക്കവാറും ഷോപ്പിങ്ങിന് വരുന്നുണ്ടെങ്കിലും ഈ ഒരു കഫേയിൽ ഇതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിരുന്നു. കഫേ പ്ലസ് ബാറും കൂടെ ആയതുകൊണ്ട് ഒരു സെക്ഷൻ ഫുള്ളും നമുക്ക് ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ലോഡ്സ് ഓഫ് ആർട്ട് വർക്കായിരുന്നു ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ഇതിനകത്ത് നല്ലൊരു വാം കൂളിംഗ് ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അതുപോലെ വോൾസ് മൊത്തം നമുക്ക് ആർട്ട് വർക്ക്സ് ആയിരുന്നു കാണാൻ പറ്റിയത്. ഞാൻ കുറച്ച് നാൾ സൗദിയിലുണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ആംബിയൻസൊക്കെ സൗദിയിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ പല ആളുകൾ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള പ്രശസ്തരായ പല ആളുകളുടെയും ഫോട്ടോസും ഒക്കെ ഇവിടെ കാണാമായിരുന്നു. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഈ ടേബിളിൽ തന്നെ QR കോഡ്സ് ഇരിപ്പുണ്ട്. നമ്മൾ അവിടെ തന്നെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മുടെ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. മോക്ക ഓർഡർ ചെയ്തിട്ടുണ്ട്. മോക്ക വന്നിട്ടുണ്ട്. അജിക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ മോക്ക ഓർഡർ ചെയ്തത്. ഈ ഒരു കഫേ തീമിനോട് ചേർന്ന് പോകുന്ന ടൈപ്പിലൊരു കപ്പൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മോക്ക സെർവ് ചെയ്തേക്കുന്നത്. നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ മറന്നു. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് കാരണം ഞാൻ ഇവിടുത്തെ ഈ വോളിലെ ആർട്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. എന്തായാലും ഫുഡൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തു. ഞാൻ ഷവർമ്മയാണ് ഓർഡർ ചെയ്തത്. എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇനി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസ് തന്നെയാണ് എല്ലാം. ഞങ്ങളൊരു മോർണിംഗ് ടൈം ഒരു 9:30 ആയിട്ടുള്ളൂ. ആ ഒരു ടൈം ആയതുകൊണ്ടാട്ടോ ഇവിടെ ആൾ കുറവായിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ എനിക്ക് പർച്ചേസ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നതുകൊണ്ടാണ് ഈ ടൈമിൽ നമ്മളിവിടെ കയറിയത്. ഇപ്പം തിരക്കില്ലാത്തത് അതുകൊണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ഭയങ്കര തിരക്കാണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഞാൻ വന്നിരിക്കുന്ന ദിവസം ഒരു സൺഡേ ആണ്, അതുകൊണ്ടാണ് തിരക്ക് കൂടുതലായിട്ടും കുറവ്. മോക്ക നല്ല ക്രീമി മോക്കയായിരുന്നു. അങ്ങനെ നമ്മുടെ ഷവർമ്മ വന്നിട്ടുണ്ട്. ഷവർമ്മ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് പറയാവേ. ഈ ഒരു ഷവർമ്മയ്ക്ക് അറൗണ്ട് 10 pounds ആയിരുന്നു. ഷവർമ്മയുടെ സെർവിങ് പ്രസൻറ്റേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഞാനൊരു പീസ് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അകത്ത് ഒരുപാട് ഫില്ലിങ് നിറച്ച് വെജിറ്റബിൾസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിലെ ഓരോ ടേസ്റ്റ് ഫീൽ ചെയ്തു കേട്ടോ ഈ ഒരു ഷവർമ്മയ്ക്ക്. ഈ ഒരു കഫേ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് ജസ്റ്റ് പോയി നോക്കാവേ. നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന വഴി ഫുൾ ആർട്ട് വർക്ക്സ് ആണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ആർട്ട് വർക്ക്സിൻ്റെ ഒരു മേളമാണ്. ആർട്ട് വർക്ക്സ് മാത്രമല്ല, പ്രശസ്തരായ ഒരുപാട് പേര് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതിൻ്റെ ആ ഒരു ഫോട്ടോസൊക്കെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ.
അങ്ങനെ നമ്മൾ ഷവർമയും മോക്കയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മളൊരു നോവോ ലോഞ്ചിൻ്റെ ഒരു പാസ്പോർട്ട് കണ്ടത്. നമ്മൾ ഒരു പാസ്പോർട്ട് എടുത്തു. അവർ പറയുന്നത് അതിനകത്തൊരു സ്റ്റാമ്പ് സീൽ ചെയ്ത് തരും. അത് നമുക്ക് ഓൾ ഓവർ ദി UK ഏത് നോവോ ലോഞ്ചിൽ വേറെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രിങ്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. പാസ്പോർട്ട് എടുക്കുന്നതിന് നമുക്ക് 3 പൗണ്ട്സാണ് വരുന്നത്. സെയിം നോവോ ലോഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഏതെങ്കിലും ഒരു നോവോ ലോഞ്ചിൽ പോയാൽ മാത്രമേ ആ ഒരു ഓഫറുള്ളൂ. അതുപോലെ തന്നെ UK ഡോഗ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഡോഗ്സിന് വേണ്ടിയിട്ട് അവരൊരു ബിസ്ക്കറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഡോഗ്സ് അലൗഡ് ആണ്. അപ്പോൾ ഡോഗ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അപ്പം ഡോഗ്സിനെയൊക്കെ നമുക്ക് അവിടെ ആക്കിയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാം. UK ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കഫേ തന്നെയാണ് നോവോ ലോഞ്ച്. പക്ഷേ നമ്മളിവിടെ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ദിസ് ഈസ് പ്രിയ ഫ്രം UK കൂട്ടുകാരി.